ജയ് ഗോമാത, വന്ദേ ഭാരതം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രമാത എന്നുള്ള സങ്കല്പമാണ് ഗോമാതാവിനുള്ളത്. നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ഗോമാതാവിന്റെ മാഹാത്മ്യം വളരെയധികം വർണ്ണിച്ചിട്ടുണ്ട്. 30 ദേവതകളും ഒരു പശുവിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയമായ സനാതന സങ്കല്പം. മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ രൂപമായിട്ടാണ് ഗോവിനെ നമ്മളെല്ലാം കാണുന്നത്. അപ്പൊ ആ ഒരു ഗോമാതാവിന് ഭാരതത്തിൽ ശ്രേഷ്ഠ പദവി നൽകി ആ ഗോവധ നിരോധനം സമ്പൂർണമായിട്ട് ഭാരതമെങ്ങും നടപ്പിലാക്കണം എന്നുള്ളതാണ് ഗോഭക്തന്മാരായിട്ടുള്ള സനാതന ധർമ്മികളുടെ എല്ലാവരുടെയും ഒരു വളരെ കാലമായിട്ടുള്ള ആഗ്രഹം. അപ്പൊ അത് ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനം നിയമമായിട്ട് നിലവിലുണ്ടെങ്കിലും അത് വേണ്ടത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഈ ഒരു ഗോമാതാവിനെ രക്ഷിക്കുന്നതിനായി കൊണ്ട് സഹയോഗം ചെയ്യണം, സഹകരിക്കണം, വേണ്ടതായിട്ട് നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 27 ഗോ ബഹുമാന ദിനമായി ആചരിച്ചുകൊണ്ട് എല്ലാ താലൂക്ക് തഹസിൽദാരിലൂടെ അനേക ഗോഭക്തർ നേരിട്ട് തന്നെ നിവേദനങ്ങൾ സമർപ്പിച്ചു. ഇനി ഈ വരുന്ന ജൂലൈ 27 ജില്ലാ കലക്ടർമാർക്ക് അതാത് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഗോഭക്തന്മാരെല്ലാവരും കൂടി ഭാരതമെമ്പാടും ഈ ഒരു നിവേദനം ഗോവിന് ശ്രേഷ്ഠ പദവി നൽകണമെന്നുള്ളതായിട്ടുള്ള ആ ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഗോഭക്തരായിട്ടുള്ള സനാതനധർമ്മികളുടെ ഒപ്പുശേഖരണം നടക്കുന്നുണ്ട്. പരമാവധി ആളുകൾ അതിൽ അവരുടെ പേരും ഒപ്പും രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ള ആ ഒരു അറിവ് സർക്കാരിന്റെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനായിക്കൊണ്ട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഈ ജൂലൈ 27 ഇന്ത്യൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രി, ഗവർണർ മുതലായിട്ടുള്ളവർക്കും ഇതേ സമയം നിവേദനം നൽകുന്നതായിരിക്കും. അപ്പോൾ പശുവിന് ശ്രേഷ്ഠ പദവി നൽകുക, ഗോ സുരക്ഷ ഉറപ്പാക്കുക, അതുപോലെ ഗോ പരിപാലനം ചെയ്യുന്ന കർഷകർക്ക് വേണ്ടതായിട്ടുള്ള ധനസഹായമടക്കമുള്ളതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിരക്ഷയും കൊടുത്ത് ഗോമാതാവിനെ പോഷിപ്പിക്കുന്നത്, ഈ ഒരു സംസ്കാരം നിലനിർത്തുന്നത് എല്ലാം സർക്കാർ ഭാഗത്തു നിന്ന് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നിവേദനം സമർപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ജൂലൈ 27 നടക്കുന്നതായിട്ടുള്ള ജില്ലാതല കലക്ടർ ഓഫീസിൽ വെച്ച് നടക്കുന്നതായിട്ടുള്ള ഈ നിവേദനത്തിൽ പരമാവധി ആളുകൾ പങ്കുചേരുക, പരമാവധി ആളുകൾ അവരുടെ ഒപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹമാണ് എന്നുള്ള നിവേദനം അതാത് വകുപ്പിലുള്ള ആളുകളെ അറിയിക്കാനായിക്കൊണ്ടാണ് ഈ ഒരു യത്നം. എല്ലാവരും സഹകരിക്കുക. ഈ ഒരു കാര്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ഈ ഭാരതത്തിന്റെ എല്ലാ ഐശ്വര്യത്തിനും, നമ്മുടെ എല്ലാം നാട്ടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഗോമാതാവിന്റെ ശാപം ഉണ്ടാവാതിരിക്കണം. ഗോമാതാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ ആ ഒരു അനുഗ്രഹത്തിനായി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഗോമാത, വന്ദേ ഭാരതം.